പണ്ടൊക്കെ ഒരു കറി ഇല്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ പറമ്പിൽ പോയിട്ട് ഒരു ചേമ്പിൻ്റെ തണ്ടും ഇലയൊക്കെ എടുത്ത് പരിപ്പിട്ട് കറി വെക്കും, തോരൻ വെക്കും. അങ്ങനെ പല 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 വെറൈറ്റി കറികൾ നമുക്ക് ഈ ഒരു ചെടി കൊണ്ട് ചെയ്യാൻ സാധിക്കും അല്ലേ. നമ്മൾ വീട്ടിൽ ഒരു ചെടിയെങ്കിലും, ഒരു മൂട് എന്ന് പറയില്ലേ, ഒരു ഇതെങ്കിലും നമ്മൾ പിടിപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് വളരെ അധികം കെയറിങ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചെടി തന്നെയാണ്. നമ്മളൊരു ഗ്രോ ബാഗോ അല്ലെങ്കിൽ ഒരു ചട്ടിയോ സഞ്ചിയോ എന്തെങ്കിലും പിടിപ്പിച്ചാൽ മതി. വലിയ കെയറിങ് ഒന്നും കൊടുക്കേണ്ട, നല്ല രീതിയിൽ തന്നെ വളർന്നോളും. ഇതിൻ്റെ ഉപയോഗം കാണുമ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യും. നമുക്ക് മെഡിസിൻ വാല്യൂ ഉള്ള ഒരു ചെടി തന്നെയാണ് ഈ ഒരു ചേമ്പിൻ്റെ സാമ്പാറൊക്കെ നല്ല അടിപൊളിയാണ്. പുഴുക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമുള്ള ചേമ്പ് അടിപൊളി ഒരു നമുക്ക് ആരോഗ്യത്തിനും എല്ലാത്തിനും സൂപ്പറായിട്ടുള്ള ചേമ്പിനെ കുറിച്ച് നമുക്ക് കുറച്ചധികം ടിപ്സുകൾ കാണാം കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക. മഴക്കാലം എന്നല്ല, ഏതൊരു സമയത്തും നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് ഇഞ്ചി ചീഞ്ഞു പോവുക എന്നുള്ളതല്ലേ. അതിന് നമുക്ക് പല വഴികളും ഉണ്ട് കേട്ടോ. പക്ഷെ ഈ ഒരു വഴി ചെയ്തപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇത് തോന്നിയത്, എന്താണെന്ന് വെച്ചാൽ നല്ലതായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്തത്. ഇതിനു മുമ്പും കുറേ ടിപ്സുകൾ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇഞ്ചി ചീകാൻ വളരെ എളുപ്പമാണ് കേട്ടോ. കത്തിയേക്കാൾ എളുപ്പത്തിൽ ഒട്ടും ഇഞ്ചി പോകാതെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും, എത്ര കിലോ ഇഞ്ചി ആണെങ്കിലും. ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇഞ്ചി കേടാവില്ല. പക്ഷെ അത് എടുക്കുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു ചൊവ്വ അതിലുണ്ടാവും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര പൊടിയൊന്നും ആക്കേണ്ട. ഈ ഒരു സൈസിൽ നമ്മൾ ഇഞ്ചി കഷ്ണിച്ചെടുക്കുക, നല്ലതുപോലെ കഴുകിയതിന് ശേഷം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വയ്ക്കാം. നല്ല വെയിൽ, ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഞാനൊരു പാൻ ചൂടാക്കുന്നുണ്ട്. പാൻ ചൂടാക്കി ഫ്ലെയിം ഓണാക്കി വെക്കണമെന്നില്ല. പാൻ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിൻ്റെ മേളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് പാൻ ചൂടാണെങ്കിൽ അതിൽ വെച്ച് കൊടുത്താലും മതി. എത്ര കിലോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാട്ടോ. ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല, ഒരു തരി പോലും പൂത്ത് പോവില്ല കേട്ടോ. എന്നിട്ട് ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ ഒരു 3-4 ദിവസം ഒന്നും ഒരു കേടുമില്ലാതെ ഇരിക്കും. അത് കൂടുതൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക. സ്റ്റീലിൻ്റെ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ജാറിൻ്റെ കണ്ടെയ്നറിലോ എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമില്ലാതെ തന്നെ ഇഞ്ചിയായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റൊക്കെ കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അപ്പോൾ അടിപൊളിയായിട്ട് ഇത് ഒന്ന് ചെയ്ത് നോക്കുക. എത്ര കാലം വേണമെങ്കിലും ഇഞ്ചി ഇരുന്നോളും, യാതൊരു കേടും. വെയിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 2 വെയിലത്ത് വെച്ചാൽ മാത്രം മതി. ഉണങ്ങിയൊന്നും പോകണമെന്നില്ല, അതിൻ്റെ ഒരു വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ 2 ദിവസമായിട്ട് നല്ല മഴയാണ്, അതുകൊണ്ടാണ് ഞാനിപ്പം പാനിൽ ഇതാക്കി വെച്ചത്. ഇതുപോലെ നമ്മളിപ്പോൾ ഇത് എനിക്കൊരു 1.5 ആഴ്ച 2 ആഴ്ചത്തേക്ക് ഈ ഒരു ഇഞ്ചി മതിയാവും കേട്ടോ. ഓരോരുത്തരുടെ വീട്ടിൽ എത്രത്തോളമാണ് വേണ്ടത് അത്രത്തോളം നിങ്ങൾക്ക് ചെയ്ത് വയ്ക്കാം. മാസങ്ങളോളം എടുത്ത് വെക്കാം കേട്ടോ, യാതൊരു കുഴപ്പമില്ല. അടുത്തതായിട്ട് നമ്മുടെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കുരുമുളക് പെട്ടെന്ന് പൂത്തു പോകുന്നു എന്നുള്ള പ്രശ്നമില്ലേ, അതിനൊരു പരിഹാരമാണ് കേട്ടോ. നല്ലതുപോലെ കഴുകി കോട്ടൺ തുണിയിൽ തുടച്ചെടുക്കാം. വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെക്കാം, ഇല്ലെങ്കിൽ നമ്മൾ കോട്ടൺ തുണി കൊണ്ട് തുടച്ചതിന് ശേഷം നല്ല പാന് ഒന്ന് ചൂടാക്കി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാൻ. നല്ലതുപോലെ ചൂടാക്കി എടുക്കുക. ഒരു പകുതി ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ഒരു 4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ പൂപ്പലും വരില്ല, ടേസ്റ്റ് കുറവുണ്ടാവില്ല, ടേസ്റ്റ് മുന്തി നിൽക്കും, ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും, ഒരു തരി പോലും പൂത്തും പോവില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ച് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ചാൽ മാത്രം മതി. പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. ഇതൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. സൂപ്പർ ടിപ്പാണ്. കറിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഹെൽത്തിനും നല്ലതാണ്. ഗ്രാമ്പൂ നമ്മൾ ചേർക്കുമ്പം നമ്മളിപ്പോൾ ചായയിലൊക്കെ ഒരു നുള്ളിട്ടാൽ അത് നമ്മളെ ടേസ്റ്റും കൂടും, ആരോഗ്യത്തിനും നല്ലതാണ് ഗ്രാമ്പൂ കേട്ടോ. ഇനി മുട്ട പുഴുങ്ങുമ്പോൾ പൊട്ടിപ്പോവുക, അതിൻ്റെ തൊലി ഉലിക്കാൻ പാട്, എല്ലാത്തിനും ഒരു പ്രശ്നം ഒരു നുള്ള് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി അടന്ന് വരുവാനും പെട്ടെന്ന് വെന്ത് കിട്ടുവാനും, അതുപോലെ വെള്ളത്തിൽ തിളക്കുമ്പം അത് പൊട്ടി പുറത്തേക്ക് കുറേ അതിൻ്റെ ഇത് പോകാതെ ഇരിക്കുവാനും സൂപ്പർ ഒരു ട്രിക്കാണ് കേട്ടോ. കണ്ടില്ലേ? ഇനി മുട്ട കഴിക്കുമ്പോൾ കഫക്കെട്ട് വരിക, അലർജി വരിക, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെ ഒരു മുട്ട പുഴുങ്ങി കുറച്ച് കുരുമുളക് ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ
നമുക്ക് അലർജി പ്രോബ്ലം ഉണ്ടാവില്ല, അതുപോലെ തന്നെ ദഹന പ്രശ്നം ഉണ്ടാവില്ല, അതുപോലെ കഫക്കെട്ട് വരിക ഈ മുട്ട കഴിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഹെൽത്തിന് വളരെ ബെനിഫിറ്റ് ആണ് കേട്ടോ. നമ്മളുടെ പ്രഷറും ഷുഗറൊക്കെ കൺട്രോൾ ആകാൻ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ഉപയോഗമാണ് കേട്ടോ. ഒരു ഡോക്ടർ പറഞ്ഞു തന്നിട്ട് ഞാൻ കഴിച്ചു നോക്കിയാണ്, നല്ല വ്യത്യാസം തോന്നി, അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു എനർജി ആയിരിക്കും, നല്ലൊരു നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കിട്ടും കേട്ടോ. അടുത്തായിട്ട് മുട്ട പൊട്ടിക്കുമ്പോൾ ഇതുപോലെ തോട് ഇതിലെ മുട്ടയിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു അതിൽ കിടന്നൊരു കളിയാണ് അല്ലേ. അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഒരു വെളുത്തുള്ളി എടുക്കുക, എന്നിട്ട് അതിൻ്റെ തോലൊന്നും കളയണമെന്നില്ല, അതൊന്നും മുറിച്ചിട്ട് നമ്മൾ ഏത് കൈ കൊണ്ടാണോ എടുക്കുന്നത് ആ കയ്യിൽ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക, നല്ലതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ തോട് പുറത്തേക്ക് ചെറിയ ചെറിയ പൂട്ടി തോട് വരെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് 1000 നന്ദി അനാർക്കലി ഹെയർ ഓയിലിനെ ഇത്രത്തോളം വിശ്വസിച്ച് പിന്നെയും നമ്മളോട് എന്താണ് പറയുക എണ്ണ വാങ്ങുകയും അഭിപ്രായം പറയുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം നിങ്ങൾക്കറിയാലോ. ഞാനിത് ലോങ് ആയിട്ടൊന്നും പറയുന്നില്ല, അത്രത്തോളം റിസൾട്ട് കിട്ടുന്ന മുടി കൊഴിച്ചിൽ മാറും, താരൻ മാറും, ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവുക, മുടി വളരുന്നില്ല, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ്. താരൻ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും, നല്ല ഉറക്കം കിട്ടും കേട്ടോ. ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. വിശദീകരിച്ചൊന്നും ഞാൻ പറയുന്നില്ല, പല വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മേടിച്ച് നോക്കൂ. അടുത്തതായിട്ട് നമ്മളുടെ ചേമ്പിൻ്റെ കിളിന്തിയില നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് വലിയ മൂത്തതല്ല നമ്മളുടെ ചേമ്പ് ചെടിയിൽ ഏറ്റവും ചെറിയ ഇല എടുക്കുക. നമ്മൾ പണ്ട് മീനൊക്കെ വാങ്ങുമ്പോഴേ ഈ ചേമ്പിൻ്റെ ഇലയിലാണ് നമ്മൾ മീനൊക്കെ പെട്ടെന്ന് നമുക്കിപ്പോൾ പാത്രമൊന്നും ഇല്ലെങ്കിലും അതൊക്കെ ഓർമ്മ വരും. അതുപോലെ ഇറച്ചി വാങ്ങുമ്പം പെട്ടെന്ന് നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങുമ്പോൾ മട്ടനൊക്കെ നമുക്ക് പണ്ട് ഈ ഒരു ചേമ്പിലയിലാണ് പൊതിഞ്ഞ് തന്നിരുന്നത്. ഒരു നൊസ്റ്റു വന്നു കേട്ടോ. ഈ ഒരു ചേമ്പിൽ നമ്മൾ കയ്യിലെടുത്തപ്പോഴേ മട്ടൻ വാങ്ങുമ്പം പ്രധാനമായിട്ട് ഈ ഒരു ചേമ്പിലയിൽ പൊതിഞ്ഞായിരിക്കും അവർ തരുന്നത്. ചേമ്പില 2 തരം ഉണ്ട് കേട്ടോ. ചൊറിയുന്നതും ഉണ്ട്, ചൊറിയാത്തതും ഉണ്ട്. നമ്മൾ പിടിപ്പിക്കുമ്പം ചൊറിയാത്ത ചേമ്പില തന്നെ ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ. ചൊറിയണതാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചേമ്പിൻ്റെ തണ്ടില്ലേ, ഈ ഒരു തണ്ട് കൊണ്ട് നമ്മൾ തോരൻ ഉണ്ടാക്കി കഴിക്കും. നമുക്കുണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. ബ്ലഡ് ഇല്ല, മുടി കൊഴിച്ചിൽ, എപ്പോഴും ക്ഷീണം, ഇവയ്ക്കൊക്കെ ഈ ഒരു ചേമ്പ് തണ്ടും ഒക്കെ തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പരിപ്പും ചേമ്പിലയും തണ്ടും ഒക്കെ ഇട്ടിട്ട് കറി വെക്കും, തേങ്ങ അരച്ച് കറി. അതുപോലെ തന്നെ ഉള്ളിയും ചേമ്പിൻ്റെ തണ്ടും ഇട്ടിട്ട് സാമ്പാർ വയ്ക്കും. ഇതൊക്കെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. അതുപോലെ തന്നെ ഹെൽത്തിനും അത്രത്തോളം ബെനിഫിറ്റാണ് കേട്ടോ. പണ്ട് കാലങ്ങളിലുള്ള ആളുകൾക്ക് അസുഖങ്ങൾ വളരെ കുറവായിരുന്നു ഇതുപോലുള്ള ഫുഡുകൾ കഴിക്കുന്നത് കൊണ്ട്. അതുപോലെ ഈ ഒരു തണ്ട് കൊണ്ടിട്ടില്ലേ നമ്മൾ പല ഉപയോഗവും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കറിയിൽ കുറച്ച് കൊഴുപ്പ് കുറഞ്ഞു പോയാൽ, ഒരു വെള്ളം വാട്ടറി ആയി പോയാൽ ഈ ഒരു തണ്ടിട്ട് കൊടുക്കും. തണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുറുകൽ കിട്ടും കേട്ടോ. ആ ഒരു കറിക്ക് നല്ലപോലെ ഒരു കുറുകൽ കിട്ടും. അതുപോലെ തന്നെ ഉപ്പ്, മുളക് ഇവയെല്ലാം കറിയിൽ കൂടിക്കഴിഞ്ഞാൽ, ഉപ്പൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഇടണ പോലെ തന്നെ നമുക്ക് ഈ ഒരു തണ്ട്, അതാ ഞാൻ പറഞ്ഞ വീട്ടിൽ ഒരെണ്ണം ഇത് പിടിപ്പിക്കണം, 2 തണ്ട് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പും മുളകും ഒക്കെ കറക്റ്റായിട്ട് വരും കേട്ടോ. ഈ ഒരു ചേമ്പിൻ്റെ തണ്ട് ആ ഒരു ഉപ്പും മുളകും ഒക്കെ വലിച്ചെടുക്കും. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു കുഴിനകത്തിന് അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. നമ്മൾ ചേമ്പിൻ്റെ ചെറിയ കിളിന്തിയില എടുത്തിട്ടുണ്ടല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് മുറിവ് കൂടി നമുക്ക് വളരെ സിമ്പിളായിട്ട് പിടിപ്പിക്കാൻ പറ്റിയതാണ്. ഇത് വിപണിയിൽ വളരെ അധികം വിലയുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ മുറിവ് കൂടി. ഇതിനു മുമ്പ് ഞാൻ വിശദമായിട്ട് ഒരു വീഡിയോ ഇത് ചെയ്തിട്ടുണ്ട്. ഷുഗർ ഉള്ളവരെ മുറിവ് വരെയും ഉണക്കാനായിട്ട് സൂപ്പറാണ് ഈ ഒരു ചെടി. കളർ ചെടിയായിട്ട് നമുക്ക് വളർത്താം, നല്ല ഭംഗിയിൽ വളരും, വളരെ സിമ്പിളായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. യാതൊരു കെയറിങ്ങും കൊടുക്കണ്ട. പക്ഷേ ഇതിൻ്റെ ആ ഒരു എസെൻസ് എടുത്തിട്ട് പല മരുന്നുകളും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മുറിവൊക്കെ ഉണങ്ങാനായിട്ട് ബെസ്റ്റാണ്. ഈ ഒരു ചെടി നിങ്ങൾ പിടിപ്പിച്ച അത്രയും നല്ലതാണ് കേട്ടോ. ഈ ഒരു ചേമ്പിൻ്റെ കിളിന്തിയില ഇതുപോലെ ഒന്ന് നമ്മൾ ഇത് ഇതാക്കിയെടുക്കണമെങ്കിൽ ഇതാക്കിയെടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ അരച്ചെടുക്കണം. അമ്മിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ ചതച്ചെടുക്കുന്നത് കൊണ്ടാണ് ചെറിയ കഷ്ണങ്ങളാക്കി ഇത് എടുക്കുന്നത് കേട്ടോ. പണ്ട് കാലങ്ങളിലെ കാലിൻ്റെ അടിയിലുണ്ടാവുന്ന പുഴുക്കടി, അതുപോലെ തന്നെ
കുഴിനകം വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ വളരെ നല്ലതായിരുന്നു കേട്ടോ. പണ്ടൊക്കെ മരുന്നുകൾ വളരെ കുറവായിരുന്നു. ഇതുപോലുള്ള ഹോം റെമഡി ചെയ്തിട്ടാണ് പലപ്പോഴും എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വരെയും പോകുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അത് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ആണല്ലോ. ഒരു വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുറുകൂടി ഇടുന്നുണ്ട്, ചേമ്പിൻ്റെ ഇല ഇടുന്നുണ്ട്. ചതച്ചെടുക്കുക, നല്ലതുപോലെ ചതച്ചെടുക്കുക. കാലിൻ്റെ അടിയിലുണ്ടാവുന്ന പുഴുക്കടി ആകട്ടെ, ചൊറിച്ചിലാകട്ടെ, അസ്വസ്ഥതയാകട്ടെ, അതിനൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് ചതച്ചെടുത്ത് കുറച്ച് മഞ്ഞളും കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ പേസ്റ്റാക്കി അരക്കണമെന്നില്ല. അമ്മയുണ്ടെങ്കിൽ അരച്ചെടുത്താലും കുഴപ്പമില്ല. ഇതുപോലെ ചതച്ചെടുത്തിട്ട് ഒറ്റ രാത്രി കൊണ്ട് തന്നെ നിങ്ങളുടെ കുഴിനകവും പുഴുക്കടിയൊക്കെ മാറാനായിട്ട് സൂപ്പറാണ് കേട്ടോ. ഒറ്റ രാത്രി കൊണ്ട് തന്നെ മാറിക്കിട്ടും. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ ആ വേദനയും പഴുപ്പും ഒക്കെ ഉണങ്ങി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. പഴുപ്പ് വലിച്ചെടുത്ത് ഉണക്കിക്കളയും കേട്ടോ. അത്ര എഫക്റ്റീവാണ് ഈ ഒരു ചേമ്പിലയും അതുപോലെ മുറുകൂടിയും വെളുത്തുള്ളിയും. അറിയാലോ, വെളുത്തുള്ളിൻ്റെയൊക്കെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അനാർക്കലി ഹെയർ ഓയിൽ നമുക്ക് ഫെയർനെസ് ഓയിലും കൂടെ ഉണ്ട്. അപ്പം ഹെയർ ഓയിലുണ്ട്, ഫെയർനെസ് ഓയിലൊക്കെ മേടിച്ചവർ പിന്നെയും യൂസ് ചെയ്തിട്ട് വാങ്ങുന്നുണ്ട് കേട്ടോ. വളരെയധികം സന്തോഷമുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി